ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിത് കുറേ മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യാൻ കുറച്ച് നേരം വൈകി പോയിട്ടോ. അപ്പോൾ കാക്കു ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന വീഡിയോ ആണ് കേട്ടോ. അത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വരുമെന്ന്. അങ്ങനെ കാക്കു ഞാനവിടെ മോനെ ഊഞ്ഞാലാട്ടിയിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു കയറി വന്നത് കേട്ടോ. അങ്ങനെ ഉമ്മാനെ ഹഗ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതാ മോനാകെ ഞെട്ടിക്കിളി പോയി നിൽക്കുകയാണ്. അവൻ ഫോണിൽ കണ്ടിട്ടുള്ള ആളെങ്ങനെ നേരിട്ട് കണ്ടു എന്നൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ അവന്. അങ്ങനെ ഞാൻ കരയണേ ചിരിക്കണമെന്ന് എനിക്ക് പോലും അറിയില്ല. ആ ഒരവസ്ഥയിലായിരുന്നു ഞാനും നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നേ ദിവസം എൻ്റെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെ, അതായത് എൻ്റെ ഇയാൻ്റെയും കുഞ്ഞുവിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രെയിമൊക്കെ. അപ്പോൾ അത് പാക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ ഒന്ന് പോകണം, ഒന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ തീരുമാനിച്ച് വെച്ചതായിരുന്നു. അപ്പോഴായിരുന്നു കാക്കു അൺഎക്സ്പെക്റ്റഡായിട്ട് വന്നത്. എന്നാൽ പിന്നെ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവരോട് ആരോടും കാക്കു വന്ന് പറഞ്ഞില്ല. അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ ഇട്ട് പോയി. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും കാക്കി എല്ലാവരും കൂടിയിട്ട് അവർക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സർപ്രൈസായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുമ്പോൾ എടുത്തിട്ട് വരാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ കാക്കുവിനെയും കൂട്ടിയിട്ട് നമ്മളെ പ്ലാനിങ്ങൊക്കെ ഒന്ന് സക്സസ് ആക്കി എടുത്തു. ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തൊക്കെ സർപ്രൈസായിട്ട് കാശും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു കാക്കു വന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ കാക്കുവിൻ്റെ കൂടെ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മളെങ്ങനെ നേരിട്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അവരൊട്ടും പ്രതീക്ഷിക്കാണ്ടിരിക്കും, സർപ്രൈസായി നിൽക്കും. പക്ഷെ നമുക്ക് അവിടെ ഒരു പാളിച്ച പറ്റിപ്പോയി. ഞങ്ങൾ സർപ്രൈസായിട്ട് ഗേറ്റിൻ്റെ അതുവരെ എത്തിയപ്പോഴത്തേനും ഉമ്മ ഗേറ്റ് അടക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ, പക്ഷേ ഈ കാക്കുവാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല, ഷർഫാന്നാണ് വിചാരിച്ചത്. അങ്ങനെ എന്നാലും നമുക്ക് അങ്ങനെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ കിട്ടിയില്ല. കാരണം നമ്മൾ വണ്ടിമേ ഇരുന്ന് വീഡിയോ എടുത്ത കാരണം കുറച്ച് ബ്ലറൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് കിട്ടിയത്. അപ്പോൾ നമുക്കങ്ങനെ എടുത്ത് പോയി സർപ്രൈസ് ചെയ്യണം അങ്ങനത്തെ ഒരു വീഡിയോ കിട്ടിയില്ലതാ. നമ്മളിവിടെ എത്താനായപ്പോൾ അതവിടെ നിന്ന് ഗേറ്റ് എന്തോ അടക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് എക്സൈറ്റ്മെൻറ്റായി നിൽക്കാൻ കിട്ടിയ. അപ്പത്തിന് എൻ്റെ അനിയത്തി അളിയ അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്. ഓള് വായിലും കൈ വെച്ച് ഒറ്റ ഓട്ട് അകത്തേക്ക്. ഇമ്മമ്മ മറ്റേ ആരാന്ന് പോലും മനസ്സിലാണ്ട് കിളി പോയി അവിടെ നിൽക്കുന്നുണ്ട് ഇമ്മമ്മ. അങ്ങനെ ഓടിപ്പോയി അവൾ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഭയങ്കര സ്ലോ മോട്ടാലാണ് കേട്ടോ, അത് കാണുള്ളൂ നല്ലപോലെ. അപ്പോൾ എപ്പോഴാണ് സത്യത്തിൽ കാക്കുകയാണെന്ന് മനസ്സിലായത്. അങ്ങനെ വന്നു, സലാം പറഞ്ഞു, ഹഗ്ഗൊക്കെ കൊടുത്ത്. അപ്പോൾ ആരൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ വരും, ഉപ്പാനായിട്ട് വരും എന്നാണ് അവരെല്ലാവരും വിചാരിച്ചത്. അപ്പോൾ കാക്കുനായിട്ട് വന്നപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഷാനുനെ ഹഗ് ചെയ്തു, എല്ലാവരും ഹഗ്ഗൊക്കെ കൊടുത്തു. എല്ലാവരും ഞെട്ടലൊന്നും മാറിയിട്ടില്ല. അപ്പോൾ കുഞ്ഞുണ്ടായിരുന്നില്ല. അപ്പോൾ മാമ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൻ വന്ന് കണ്ടപ്പോൾ വന്നതാണ്. അപ്പോഴാണ് കാക്കുവിനെ കണ്ടത്. കാക്കുവിനോട് ഹഗ്ഗൊക്കെ കൊടുത്തു. അങ്ങനെ മാമൊക്കെ ഹഗ് ചെയ്തു. അപ്പോൾ മാലിക്കിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ വോയിസ് എടുക്കുമ്പോൾ. അപ്പോൾ കുഞ്ഞുണ്ടായിരുന്നില്ല. കുഞ്ഞിനോട് പറഞ്ഞു ഇപ്പോൾ വന്നിട്ടുണ്ട് കുഞ്ഞോ വായോ എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞു വന്ന പാട് ചോദിച്ചു എവിടെ ചോദിച്ചപ്പോൾ ഞാൻ ബാത്റൂമിലാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കാണാണ്ട് വീഡിയോ എടുത്തിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കുഞ്ഞിപ്പോൾ ഒരു എന്തോ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ കാക്കൊന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞപ്പോൾ എന്താ പറയുക, കുഞ്ഞാകെ ഞെട്ടി. ഒരു വട്ടം ഇങ്ങോട്ട് നോക്കി ഹഗ്ഗൊക്കെ എടുത്തു. അങ്ങനെ അവർക്ക് 2 സർപ്രൈസ് ആയിരുന്നു അവർ പ്രതീക്ഷിക്കാണ്ട്. അവരെ രണ്ടാളും ബർത്ത്ഡേ ഒരേ ദിവസമാണ് കേട്ടോ. കുഞ്ഞുവിൻ്റെ ഇയാൻ്റെ ബർത്ത്ഡേ ഒരേ ദിവസമാണ്. അപ്പോൾ അവർക്ക് സർപ്രൈസായിട്ടുള്ള ഗിഫ്റ്റും കിട്ടി, അവർക്ക് വേറെ സർപ്രൈസ്. അപ്പോൾ ഇത് അനിയത്തിയുടെ ഫോണെടുത്ത വീഡിയോയും കൂടെ ഞാനിതിൽ ഒന്ന് ഇൻക്ലൂഡ് ആക്കിയത് കേട്ടോ. അപ്പോൾ കുഞ്ഞിനോട് ഇതാണ് ഉപ്പാന്ന് ചോദിച്ചിട്ട് എടുത്ത് തമാശയ്ക്ക് എൻ്റെ നേരെ വരികയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ മുറിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബർത്ത്ഡേന്ന് മറന്നു പോയി. ഞാൻ വെഡിങ് ആനിവേഴ്സറി എഴുതിപ്പോയി കേക്കിൻ്റെ മേലെ. അതാണ് ഉണ്ടായത്. അങ്ങനെ മാലിക്കും ഈയും കുഞ്ഞൊക്കെ കൂടി കേക്കൊക്കെ മുറിച്ചു, കട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേക്ക് അവർ സർപ്രൈസ് ചെയ്യുമ്പോൾ അവരുടെ ബർത്ത്ഡേക്ക് നമുക്ക് സർപ്രൈസ് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ. അങ്ങനെ നമ്മുടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതിൽ വെച്ച ഫോട്ടോസ് വേറൊരു സ്റ്റോറിയാണ് കേട്ടോ. ഉമ്മി അപ്പം മാലിക്ക് ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്. അങ്ങനെ നമ്മൾ ഇതിൽ വെച്ച ഫോട്ടോസ് പറയുന്നത് വേറൊരു സ്റ്റോറിയാണ്. കാരണം ഇവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഫോട്ടോസാണ്, കുറേ മുന്നേ എടുത്ത ഫോട്ടോസാണ്. ഇതൊക്കെ ഇവരെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഫ്രെയിമൊക്കെ ചെയ്ത് കൊടുത്തത്. പിന്നെ കുഞ്ഞുവിന് ഷർട്ടും കൊണ്ടും ഇയാൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ചു, അടിപൊളിയായി, എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്നു. പിന്നെ നമ്മൾ വന്നപ്പോഴത്തേനും കുഞ്ഞു പുറത്തൊക്കെ പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത പ്ലാൻ ആ കേക്ക് ഫുൾ കാലാക്കലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അപ്പോൾ കേക്കൊക്കെ കഴിച്ചു.
അപ്പോൾ മാലിക്കുന് കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ കേക്ക് കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവന് പിന്നെയും കേക്കൊക്കെ കട്ട് ചെയ്തു. അവൻ്റെ സന്തോഷത്തിന് വേണ്ടി എല്ലാവരും കൂടി കൈയൊക്കെ അടിച്ചു എനിക്ക് കേക്കൊക്കെ കൊടുത്തു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഗിഫ്റ്റ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അത്രയുള്ള വീഡിയോ. ടാറ്റാ.